യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രദിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ പ്രദിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ. പത്താമത്തെ ശ്ലോകം, 100-ാം ദശകം 10-ാം ശ്ലോകമാണ് ചൊല്ലിയത്. 9-ാം ശ്ലോകം, അതായത് കഴിഞ്ഞ ശ്ലോകം, അതിമനോഹരമായി ഗുരുവായൂരപ്പ അങ്ങയുടെ കാൽ ചിലമ്പിനെയും പിന്നെ മായക്കടലിൽ മുങ്ങിക്കിടക്കുന്ന ഭക്ത മനസ്സുകളാകുന്ന മന്ദരപർവ്വതത്തെ ഉയർത്തുന്ന ആമയായിരിക്കുന്ന തൃക്കാലിനെയും നഖമാകുന്ന ചന്ദ്രൻ, നഖത്തിന്റെ ശോഭയാകുന്ന നിലാവ് കൊണ്ട്, ചന്ദ്രന്റെ നിലാവ് കൊണ്ട് ഭക്തന്മാരുടെ ദുഃഖമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്നതും മംഗളകരങ്ങളായ വിരലുകളുടെ കൂട്ടത്തെയും ഗുരുവായൂരപ്പ ഞാൻ ധ്യാനിക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. തതി മനുകലയേ മംഗലാമംഗുലീനാം. ഇനി 10-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ നാഥ തേ പാദമൂലം യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. 10-ാം ശ്ലോകത്തിൽ പറയുന്നു, നാഥ തേ പാദമൂലം യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. ഗുരുവായൂരപ്പ അങ്ങയുടെ കാലടി, തേ പാദമൂലം എന്ന് പറയുമ്പോൾ അങ്ങയുടെ കാലടി, യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠന്മാരായ യോഗിമാർക്ക് അങ്ങയുടെ അംഗങ്ങളിൽ അല്ലെങ്കിൽ അവയവങ്ങളിൽ വെച്ച് മനസ്സിന് വളരെയധികം ആനന്ദം നൽകുന്നതും എന്നാണ്. അപ്പോ നാഥ തേ പാദമൂലം യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം എന്ന് പറയുമ്പോൾ, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ കാലടി ശ്രേഷ്ഠന്മാരായ മഹായോഗികൾക്ക് അങ്ങയുടെ അംഗങ്ങളിൽ അല്ലെങ്കിൽ അവയവങ്ങളിൽ വെച്ച് മനസ്സിന് വളരെയധികം ആനന്ദം നൽകുന്നതും അധിക സുമധുരം എന്ന് പറഞ്ഞു. കാലടിയെ പറ്റി പറയുമ്പോൾ ത്വദംഗേഷു അധിക സുമധുരം എന്നൊക്കെ പറയുന്നു ശ്ലോകത്തില്. അതായത് ഗുരുവായൂരപ്പ കാലടി അങ്ങയുടെ അംഗങ്ങളിൽ
അല്ലെങ്കിൽ അവയവങ്ങളിൽ വെച്ച് ശ്രേഷ്ഠന്മാരായ യോഗിമാർക്ക് മനസ്സിന് വളരെയധികം ആനന്ദം നൽകുന്നതും എന്നാണ്. അതായത് അങ്ങയുടെ കാലടി അത്രയ്ക്ക് മധുരമാണ് എന്ന് പറയുന്നു. അപ്പോ കാലടി ഇത്ര മധുരമായത് കൊണ്ടാണോ കണ്ണാ നീ, അല്ലയോ ആലിലക്കണ്ണാ, ആ കുഞ്ഞിക്കാലുകളെ നീ കുടിച്ച് മധുരം ആസ്വദിച്ച് രസിച്ച് നുണച്ച് മാർക്കണ്ഡേയ മുനിയെ അമ്പരിപ്പിച്ച് തന്നിലേക്ക് ആകർഷിച്ചത്? കൂടി പറയാം. ഇത്ര മധുരമായ നിന്റെ കാലടി, അത് ഇത്ര മധുരമായത് കൊണ്ട്, ശ്ലോകത്തിൽ പറയുന്നത് പോലെ ഇത്ര മധുരമായത് കൊണ്ടാണോ നീ, അല്ലയോ ആലിലക്കണ്ണ, ആ കുഞ്ഞിക്കാലുകളെ കുടിച്ച് ആ മധുരം ആസ്വദിച്ച് രസിച്ച് നുണച്ച് മാർക്കണ്ഡേയ മുനിയെ അമ്പരിപ്പിച്ച് ആകർഷിച്ചത്? പിന്നെ നിന്റെ കുഞ്ഞി വയറിൽ, ആലിലക്കണ്ണ, നിന്റെ കുഞ്ഞി വയറിൽ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ മാർക്കണ്ഡേയ മഹർഷി കണ്ടു എന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നതാണല്ലോ. അത്യാശ്ചര്യം എന്നല്ലാതെ ഗുരുവായൂരപ്പ മറ്റെന്ത് പറയാനാണ്? അപ്പോ ഒന്നുകൂടി പറയാം. നാഥ തേ പാദമൂലം യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. ഗുരുവായൂരപ്പ, അങ്ങയുടെ കാലടി ശ്രേഷ്ഠന്മാരായ യോഗിമാർക്ക് അങ്ങയുടെ അംഗങ്ങളിൽ വെച്ച്, അവയവങ്ങളിൽ വെച്ച് മനസ്സിന് വളരെയധികം ആനന്ദം നൽകുന്നതും വളരെയധികം മധുരം എന്ന് പറയാം. പിന്നെ മുക്തിഭാജാം നിവാസ എന്ന് പറയുന്നു. കാലടിയുടെ വിശേഷണമായിട്ട് മുക്തിഭാജാം നിവാസ എന്ന് പറയുമ്പോൾ സംസാര ബന്ധത്തിൽ നിന്ന് വേർപെട്ടവർക്ക്, ബ്രഹ്മ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്കുള്ള സ്ഥാനവും എന്ന് പറയാം. മുക്തിഭാജാം നിവാസ എന്ന് പറയുമ്പോൾ സംസാര ബന്ധത്തിൽ നിന്ന് വേർപെട്ടവർക്ക്, അതായത് ബ്രഹ്മ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഇരിക്കുന്ന സ്ഥാനവും. പിന്നെയോ ഭക്താനാം കാമവർഷദ്യുതരു കിസലയം, കാലടിയുടെ വിശേഷണം പിന്നെ പറയുന്നു. ഭക്താനാം കാമവർഷദ്യുതരു കിസലയം എന്ന് പറയുമ്പോൾ ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങളെ വർഷിക്കുന്ന കൽപ്പവൃക്ഷത്തിന്റെ തളിരും ആയി ഭവിക്കുന്നു. അപ്പോ ഭക്താനാം കാമവർഷദ്യുതരു കിസലയം എന്ന് പറയുമ്പോൾ ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങളെ വർഷിക്കുന്ന കൽപ്പവൃക്ഷത്തിന്റെ തളിരും ആയി ഭവിക്കുന്ന കാലടിയുടെ വിശേഷണങ്ങളാണ് പറയുന്നത്. ഭക്താനാം കാമവർഷദ്യുതരു കിസലയം, ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങളെ വർഷിക്കുന്ന കൽപ്പവൃക്ഷത്തിന്റെ തളിരും ആയി ഭവിക്കുന്ന. പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ, അല്ലയോ ഗുരുവായൂരപ്പ കൃഷ്ണ കരുണാ സമുദ്രമേ എന്നൊക്കെയാണ് സംബോധന. പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ, അല്ലയോ ഗുരുവായൂരപ്പ കൃഷ്ണ കരുണാ സമുദ്രമേ, നിത്യം മേ ചിത്തസ്ഥിതം തത്. നിത്യം മേ ചിത്തസ്ഥിതം തത് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിൽ ഇരിക്കുന്നതായ
അത്, അതായത് അങ്ങയുടെ കാലടി. നിത്യം മേ ചിത്തസ്ഥിതം തത് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിൽ ശോഭിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്നതായ, ചിത്തസ്ഥിതം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ശോഭിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന അങ്ങയുടെ കാലടി. തത് എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയുടെ കാലടി. നിശേഷതാപാൻ ഹൃത്വാ, നിശേഷതാപാൻ ഹൃത്വ എന്ന് പറയുമ്പോൾ എല്ലാ ദുഃഖങ്ങളെയും അവസാനിപ്പിച്ച്, അപഹരിച്ച് അല്ലെങ്കിൽ നശിപ്പിച്ച് എന്ന് പറയാം. നിശേഷ താപാൻ ഹൃത്വ, എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിച്ച്. പിന്നെ പരമാനന്ദ സന്തോഹലക്ഷ്മീം പ്രതിശതു എന്ന് പറയണു. പരമാനന്ദ സന്തോഹലക്ഷ്മീം പ്രതിശതു എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദ കൂട്ടമാകുന്ന സമ്പത്തിനെ പ്രദാനം ചെയ്യണേ എന്നാണ്. പരമാനന്ദ സന്തോഹലക്ഷ്മീം പ്രതിശതു എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദ കൂട്ടമാകുന്ന സമ്പത്തിനെ ഗുരുവായൂരപ്പ പ്രദാനം ചെയ്യണേ. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ നാഥ തേ പാദമൂലം യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. ഗുരുവായൂരപ്പ അങ്ങയുടെ കാലടി ശ്രേഷ്ഠന്മാരായ യോഗിമാർക്ക് അങ്ങയുടെ അംഗങ്ങളിൽ, അതായത് അവയവങ്ങളിൽ വെച്ച് മനസ്സിന് വളരെയധികം ആനന്ദം നൽകുന്നതും. ത്വദംഗേഷു അധിക സുമധുരം, അങ്ങയുടെ അംഗങ്ങളിൽ, അതായത് അവയവങ്ങളിൽ വെച്ച് മനസ്സിന് വളരെയധികം ആനന്ദം നൽകുന്നതും. പിന്നെന്താണ് കാലടിയുടെ വിശേഷണം? മുക്തിഭാജാം നിവാസ, സംസാര ബന്ധത്തിൽ നിന്ന് വേർപെട്ടവർക്ക്, അതായത് ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഇരിക്കുന്ന സ്ഥാനവും. അവിടുത്തെ പാദം ബ്രഹ്മാനന്ദം അനുഭവിച്ച് കൊണ്ടിരിക്കുന്നവർക്ക് അവർ ഇരിക്കുന്ന സ്ഥാനവും. പിന്നെയോ കാലടിയുടെ വിശേഷണം പിന്നെന്താണ്? ഭക്താനാം കാമവർഷദ്യുതരുകിസലയം, ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങളെ വർഷിക്കുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ തളിരും ആയി ഭവിക്കുന്ന. ഭക്താനാം കാമവർഷദ്യുതരുകിസലയം എന്നൊക്കെ പറയുമ്പോൾ, ദ്യുതരു എന്നൊക്കെ പറയുമ്പോൾ കൽപ്പവൃക്ഷം, കാമവർഷം എന്നൊക്കെ പറയുമ്പോൾ അഭീഷ്ടങ്ങൾ. ഭക്താനാം കാമവർഷദ്യുതരുകിസലയം, ഭക്തന്മാർക്ക് ഗുരുവായൂരപ്പ അഭീഷ്ടങ്ങളെ വർഷിക്കുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ തളിരും ആയി ഭവിക്കുന്ന. പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ, ഗുരുവായൂരപ്പ കൃഷ്ണ കരുണാസമുദ്രമേ, നിത്യം മേ ചിത്തസ്ഥിതം തത്, എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിൽ ഇരിക്കുന്നതായ തത്, ഗുരുവായൂരപ്പ അങ്ങയുടെ കാലടി. ഇത്രയധികം വിശേഷണങ്ങൾ പറഞ്ഞ ഗുരുവായൂരപ്പ അങ്ങയുടെ ആ തൃപ്പാദം. അപ്പോ നിത്യം മേ ചിത്തസ്ഥിതം തത്, എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിൽ ഇരിക്കുന്നതായ തത്, അങ്ങയുടെ ആ കാലടി. നിശേഷ താപാൻ ഹൃത്വ പരമാനന്ദ സന്തോഹലക്ഷ്മീം പ്രതിശതു. ആ കാലടി നിത്യം മേ ചിത്തസ്ഥിതം തത് എന്നുണ്ട്. എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിൽ ഇരിക്കുന്നതായ അങ്ങയുടെ ആ കാലടി. നിശേഷ താപാൻ ഹൃത്വ പരമാനന്ദ സന്തോഹലക്ഷ്മീം പ്രതിശതു എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിച്ചിട്ട്
സച്ചിദാനന്ദ കൂട്ടമാകുന്ന സമ്പത്തിനെ പ്രതിശതു പ്രദാനം ചെയ്യണേ. പരമാനന്ദ സന്തോഹ ലക്ഷ്മിയും പ്രതിശതു എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദ കൂട്ടമാകുന്ന സമ്പത്തിനെ പ്രദാനം ചെയ്യണേ. ഗുരുവായൂരപ്പ, എൻ്റെ മനസ്സിലുള്ള എല്ലാവിധ ദുഃഖങ്ങളും നീങ്ങി എല്ലായ്പ്പോഴും അവിടുത്തെ പാദത്തിൻ്റെ സ്മരണ മനസ്സിൽ നിറഞ്ഞു നിന്ന് വളരെയധികം ശാന്തമായ ഒരു മനസ്സോടുകൂടി ജീവിക്കാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ.